വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സോർ ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എക്സോറിൻ്റെ ഫംഗ്ഷൻ എക്സോർ ഗേറ്റിൻ്റെ IC യൂസ് ചെയ്യാതെ നാൻഡ് ഗേറ്റിൻ്റെ IC വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റാണ് എന്തെന്ന് പറയുന്നത് നാൻഡും നോറും. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ICs ആണ്. അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? ബാക്കിയുള്ള ബേസിക് ഗേറ്റിൻ്റെ ഫംഗ്ഷനെല്ലാം നമുക്ക് ഈ ഒരു നാൻഡോ നോറോ ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫംഗ്ഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ബേസിക് ഗേറ്റ്സായ ഓർ, ആൻഡ്, നോട്ട്, എക്സോർ, എക്സ്നോർ, എക്സെട്ര അങ്ങനെ തുടങ്ങിയ പല ബേസിക് ഗേറ്റ്സിൻ്റെയും ഫങ്ഷൻ നമുക്ക് അതിൻ്റേതായ IC യൂസ് ചെയ്യാതെ നാൻഡ് ഗേറ്റിൻ്റെയോ നോർ ഗേറ്റിൻ്റെയോ IC വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫങ്ഷൻ പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ആ ട്രൂത്ത് ടേബിൾ നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പം നാൻഡോ നോറോ ഇതിലേതെങ്കിലും ഒരു ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഗേറ്റുകളുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളൊരു എക്സോർ ഗേറ്റിൻ്റെ ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സോർ ഗേറ്റിന് 2 ഇൻപുട്ട് ഉണ്ടായിരിക്കും. 7486 IC ആണ് എക്സോർ ഗേറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുള്ള ട്രൂത്ത് ടേബിളും ഉണ്ട്. ഈ എക്സോർ IC 7486 എന്നുള്ള എക്സോർ IC യൂസ് ചെയ്യാതെ നാൻഡ് IC യൂസ് ചെയ്തിട്ട് എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ABY ആണ് ഇൻപുട്ട്, AB ഇൻപുട്ട്, Y ഔട്ട്പുട്ട്. 00 0, 01 1, 10 1, 11 0. അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയുന്നത്. എപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത് ഔട്ട്പുട്ട്? A ബാർ Bയിലും B ബാറിലും മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടിയത്. ബാക്കി 2 കണ്ടീഷനിലും ഔട്ട്പുട്ട് 0 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അത് നാൻഡ് ഗേറ്റിൻ്റെ IC യൂസ് ചെയ്തിട്ട് ഈ ട്രൂത്ത് ടേബിൾ നമ്മൾ പ്രൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ എക്സോറിൻ്റെ അതെങ്ങനെയാണ് നമ്മളൊരു നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. എക്സോറിൻ്റെ ഔട്ട്പുട്ട് Y A ബാർ B പ്ലസ് AB ബാർ എന്ന് നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് എഴുതാൻ പറ്റും. അതായത് A എക്സോർ B എന്ന് പറയുന്നത് A ബാർ B പ്ലസ് AB ബാറാണ്. ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നാൻഡ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന ഫോമിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊടുക്കാം. സോ ഈ A ബാർ B പ്ലസ് AB ബാറിനെ നമ്മൾ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഒരു എക്സ്പ്രഷനെ നമ്മളത് ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂവിന് ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഇനി ഈ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം? ഡി മോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് നമുക്കറിയാം A പ്ലസ് B ദ ഹോൾ ബാർ ഈക്വൽ ടു A ബാർ ഇൻറ്റു B ബാറും AB ബാർ എന്ന് പറഞ്ഞാൽ A ബാർ ഇൻറ്റു B ബാറുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡി മോർഗൻസ് ലോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇതിന് നമുക്ക് A എന്നും B എന്നും എടുക്കുകയാണെങ്കിൽ A പ്ലസ് B ഡബിൾ ബാർ എന്നുള്ള ഫോമിൽ കിടക്കുമല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ആദ്യത്തെ ഒരു ബാറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡി മോർഗൻസ് ലോ യൂസ് ചെയ്ത് A എന്നും B എന്നും ആക്കി എടുത്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ബാറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ A ബാർ B ദ ഹോൾ ബാർ ഇൻറ്റു A B ബാർ ദ ഹോൾ ബാർ കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു മേളിലുള്ള ഒരു കോംപ്ലിമെൻറ്റ് ഒരു ബാറും കിട്ടുന്നുണ്ട്. അപ്പം ഇത് ആ ഒരു ഡി മോർഗൻസ് ലോ വെച്ച് നമ്മളിങ്ങനെ ആക്കി ആ ഒരു ഇക്വേഷനെ അങ്ങനെ ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ ഇനി നമുക്ക് ഇതിനെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് പറ്റും. ഒന്നിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ വെച്ച് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഏതായാലും ഇതിപ്പോൾ നമുക്ക് നാൻഡ് ഗേറ്റ് മാത്രം വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഇക്വേഷൻ എത്തിയിട്ടുണ്ട്, ആ ഒരു എക്സ്പ്രഷൻ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. A ബാർ B ദ ഹോൾ ബാർ ഇൻറ്റു A B ബാർ ദ ഹോൾ ബാർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ ഒരു കോംപ്ലിമെൻറ്റ് ഉണ്ട്. നമുക്ക് A ബാർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? A എന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് അതിൻ്റെ 2 ഇൻപുട്ടും കൂടി ഷോർട്ട് ചെയ്തിട്ട് A എന്നുള്ള ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? A ബാർ കിട്ടും. അതുപോലെ B ഈ ബാർ കിട്ടാനായിട്ട് ഒരു ഇൻപുട്ട് എടുത്തിട്ട് 2 ഗേറ്റിലും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ B ബാർ കിട്ടും.
അപ്പോൾ നമുക്ക് എ ബാറും ബി ബാറും ആയിട്ടുണ്ട്. ഇനി എ ബാർ ബി ദ ഹോൾ ബാർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എ ബാർ എടുക്കുന്നു, അതോടൊപ്പം തന്നെ ബിയും എടുക്കുന്നു. എ ബാറും ബിയും കൂടി ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ആൻഡിൻ്റെ ഇൻവേർഷനാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് എ ബാർ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? എ ബി ബാർ ദ ഹോൾ ബാർ വേണം. എ എടുത്തു, അതുപോലെ തന്നെ ബി ബാറിനെ എടുക്കുന്നു. അത് ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഔട്ട്പുട്ടും കൂടി നമ്മളൊരു നാൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. എ ബാർ ബി ബാർ ഇൻറ്റു എ ബി ബാർ ദ ഹോൾ ബാർ കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്ന ഒരു കോംപ്ലിമെൻറ്റും കൂടി വരുന്നുണ്ട് ഈ നാൻഡ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ആ ഒരു എക്സ്പ്രഷനെ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ എക്സോറിൻ്റെ എക്സ്പ്രഷൻ ചെയ്യാം. ഇനി 7400 ഒരു പിൻ ഔട്ട് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ഐസിക്കകത്ത് നമുക്ക് എത്ര ഗേറ്റ് കാണാൻ പറ്റും? 4 ഗേറ്റാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഐസി യൂസ് ചെയ്താൽ നമുക്ക് 4 ഗേറ്റാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ഐസി എന്ന് പറയുന്നത്. ആ ഐസിക്കകത്ത് നമുക്ക് എത്ര ഗേറ്റ് ഉണ്ട്? 4 ഗേറ്റാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് പിൻ ഔട്ട് ഡയഗ്രത്തിനകത്തുണ്ട്. അപ്പം നമ്മൾ ഒരു ഐ സി എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഐ സിയിലുള്ള 4 ഗേറ്റും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഈ 4 ഗേറ്റ് ഫസ്റ്റ് ഐ സിയിലാണ് ഉണ്ടാവുക. ഇനി നോക്കൂ, ഒരു അഞ്ചാമതൊരു ഗേറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ ഒരു ഐ സിക്കകത്ത് 4 ഗേറ്റും കഴിഞ്ഞു. അഞ്ചാമത്തെ ഐ സി ഗേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു ഐ സി എടുത്താലേ പറ്റത്തുള്ളൂ. ആ ഐ സിക്കും എന്തുണ്ട്? 4 ഗേറ്റാണുള്ളത്. പക്ഷേ സെക്കൻഡ് ഐ സിക്ക് 4 ഗേറ്റ് ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരു ഗേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ഗേറ്റ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഐ സിയുടെ 1, 2 ഇൻപുട്ട് 3 ഔട്ടായിട്ട് എടുത്തു. അതായത് ആ ഒരു ഫസ്റ്റ് ഗേറ്റ് മാത്രം, ആ ഒരു സിംഗിൾ ഐ സിക്കകത്തുണ്ടായിരുന്ന ഫസ്റ്റ് ഗേറ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്തു. അതിന് ഐ സി നമ്പർ മാർക്ക് ചെയ്തു. ഇനി നോക്കൂ, നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐ സി ഫസ്റ്റ് ഐ സിക്ക് 1ഉം 2 ഇൻപുട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ 3 ഔട്ടായിട്ട് എടുക്കാം. ഇനി രണ്ടാമതിരിക്കുന്ന ഗേറ്റ് പിൻ ഔട്ട് ഡയഗ്രം നോക്കിയിട്ട് നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 4, 5 ഇൻപുട്ട് 6 ഔട്ടെന്ന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് 10, 9 ഇൻപുട്ട് കൊടുക്കാം, 8 ഔട്ട് കൊടുക്കാം. അതുപോലെ 13ഉം 12ഉം ഇൻപുട്ട് 11 ആക്കിക്കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫസ്റ്റ് ഐ സിയിലുണ്ടായിരുന്ന 4 ഗേറ്റ് നമ്മൾ യൂസ് ചെയ്തു. സെക്കൻഡ് ഐ സിയിൽ നിന്ന് ഫസ്റ്റ് ഗേറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് വീണ്ടും 3 ഗേറ്റ് ബാക്കിയുണ്ട്. അത് നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് അതിനകത്ത് എന്താണ്? പിൻ നമ്പർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് ഈ നാൻഡ് ഗേറ്റ് ഐ സിയെ നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ എക്സോറിൻ്റെ ഔട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഐ സി പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നേരത്തുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് ലെഫ്റ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ ആ ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു പൊസിഷനിലായിട്ട് പ്ലേസ് ചെയ്യുക. ഫസ്റ്റ് ഇരിക്കുന്ന 4 ഗേറ്റിന് ഒരു ഐ സി, ലാസ്റ്റ് 1ന് വേണ്ടിയിട്ട് സെക്കൻഡ് ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം 2 ഐ സിയും വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് എന്താവശ്യമുണ്ട്? ഗ്രൗണ്ട് കണക്ഷൻ ആവശ്യമുണ്ട്. പിൻ ഔട്ട് ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഐ സിയുടെ 7th പിന്ന്, രണ്ടും സെയിം ഐ സി ആണല്ലോ. അപ്പോൾ 7th പിന്നാണ് ഐ സിയുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ വി സി സി എന്ന് പറയുന്നത് 14th പിന്നാണ്. സോ 2 ഐ സിക്കും വി സി സിയും ഗ്രൗണ്ടും ആവശ്യമായിട്ടുള്ളത് കാരണം രണ്ടും കൂടി നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഐ സിയിൽ കിറ്റിൽ നിന്നിട്ടുള്ള വി സി സിയും ഗ്രൗണ്ടും കൊടുക്കുകയാണെങ്കിൽ 2 ഐ സിക്കും ആ ഒരു കണക്ഷൻ കിട്ടിക്കോളും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എ എന്നും ബി എന്ന് പറഞ്ഞ് 2 ഇൻപുട്ട് കൊടുക്കാനുണ്ട്. അത് ഫസ്റ്റ് ഇരിക്കുന്ന 2 ഗേറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. ആ ഇൻപുട്ട് നമുക്ക് ട്രെയിനർ കിറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്കിപ്പം ആ ഒരു കണക്ഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഗേറ്റിൻ്റെ 1ഉം 2ഉം ഷോർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് 1ൽ നിന്ന് 2വിലേക്കാണ് ഒരു കണക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഫസ്റ്റ് പിന്നിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് പിന്നിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ 2 പിന്നും കൂടി സിംഗിൾ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്തോളും. അതുപോലെ 4ഉം 5ഉം ഫസ്റ്റ് ഐ സിയുടെ തന്നെ 4ഉം 5ഉം കൂടി നിങ്ങൾ ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്യുക. മീൻസ് അതൊരു സിംഗിൾ ഇൻപുട്ടാക്കി നിങ്ങൾ എടുക്കാനായിട്ടാണ് 4ഉം 5ഉം എന്ത് ചെയ്യുന്നത്?
ഷോർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ 2 ഗേറ്റിലേക്കുള്ള ഇൻപുട്ട് കണക്ഷൻ നമ്മൾ കൊടുത്തു. ഇനി അടുത്ത മൂന്നാമതിരിക്കുന്ന ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അതിലേക്കുള്ള ഇൻപുട്ട് എവിടെ നിന്നൊക്കെയാണ് പോകുന്നത്? ഫസ്റ്റ് ഒരു ഇൻപുട്ട് പോകുന്നത് ഫസ്റ്റ് ഐ സിയുടെ 3യിൽ നിന്ന് നമുക്ക് അതിൻ്റെ 10ലേക്ക് ഒരു കണക്ഷൻ ചെയ്യാം. ഫസ്റ്റിൻ്റെ തന്നെ 10 ആണ്. 3യും 10ഉം കൂടി നമ്മൾ ഷോർട്ട് ചെയ്തു. ഇനി അടുത്ത കണക്ഷൻ വരുന്നത് എന്താണ്? ഫസ്റ്റ് ഇരിക്കുന്ന ഐ സിയുടെ 4ഉം 5ഉം ഷോർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് എവിടെ നിന്നെങ്കിലും, നിങ്ങൾക്ക് 4ൽ നിന്നും ആകാം 5ൽ നിന്നും ആകാം, എവിടെ നിന്നെങ്കിലും ഒരു കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ആൻഡ് ഗേറ്റിൻ്റെ 9th പിന്നിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തുള്ള ആൻഡ് ഗേറ്റ് നോക്കുക. ആ ആൻഡ് ഗേറ്റിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ സിയുടെ തന്നെ 6th പിന്നിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു? 13ാമത്തെ പിന്നിലേക്ക്, ഫസ്റ്റ് ഐ സിയുടെ തന്നെ 13ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഐ സിയുടെ തന്നെ 1ഉം 2ഉം ഷോർട്ട് ചെയ്തേക്കുന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് 1ൽ നിന്നും 2ൽ നിന്നും ഒരു കണക്ഷൻ എടുക്കാവുന്നതാണ്. അതെങ്ങോട്ടേക്കാണ് പോകുന്നത്? ആ ഫസ്റ്റ് ഐ സിയുടെ തന്നെ 12ാമത്തെ പിന്നിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനും ചെയ്യുക. ഫസ്റ്റ് ഐ സിയുടെ, ഞാനിപ്പോൾ സെക്കൻഡിലാണ് ഫസ്റ്റ് ഐ സിയുടെ സെക്കൻഡ് പിന്നും ഫസ്റ്റിൻ്റെ തന്നെ 12th പിന്നും കൂടി കണക്ട് ചെയ്യുകയാണ്. ഇനി നോക്കൂ, ആ 2 ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സെക്കൻഡായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഐ സിയിലേക്കാണ് പോകുന്നത്. അതായത് ഫസ്റ്റ് ഐ സിയുടെ 8th പിന്നിൽ നിന്നുള്ള കണക്ഷൻ പോകുന്നത് സെക്കൻഡ് ഐ സിയുടെ ഫസ്റ്റ് പിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഐ സി ഫസ്റ്റ് സെക്കൻഡ് എന്ന് അതിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, സെക്കൻഡ് ഐ സിയുടെ സെക്കൻഡ് പിന്നിലേക്ക് പോകുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിൽ നിന്നുള്ള കണക്ഷനാണ്. കണക്ഷൻ കഴിഞ്ഞാൽ ഇത് ട്രെയിനർ കിറ്റിനകത്ത് നമ്മൾ 2 ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള 2 ഇൻപുട്ടാണുള്ളത്. അതുപോലെ ഒറ്റ ഔട്ട്പുട്ടാണുള്ളത്. വി സി സിക്ക് വേണ്ടിയിട്ട് +5 വോൾട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് കണക്ഷനും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക? നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സിലേക്ക് എന്ത് ചെയ്യുക? ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുക. എ എന്നുള്ള ഇൻപുട്ട് എവിടെയാണ് പോകുന്നത്? ഫസ്റ്റ് ഗേറ്റിൻ്റെ 1ഉം 2ഉം ഷോർട്ട് ചെയ്ത പോയിന്റിലേക്ക്. നിങ്ങൾക്ക് 1ൽ വേണമെങ്കിലും 2ൽ വേണമെങ്കിലും ആദ്യത്തെ ഇൻപുട്ട് എന്ത് ചെയ്യാം? കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇൻപുട്ട് അതെടുത്തിട്ട് ഐ സിയുടെ 1ഉം 2ഉം ഷോർട്ട് ചെയ്ത പോയിന്റിൽ എവിടെയെങ്കിലും കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻപുട്ട് എവിടെയാണ് പോകുന്നത്? ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നും 5th പിന്നും ഷോർട്ട് ചെയ്ത പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഐ സിയുടെ 5th പിന്നിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി എന്താണ് വേണ്ടത്? ഒറ്റ ഔട്ട്പുട്ടാണുള്ളത്. ഔട്ട്പുട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? സെക്കൻഡ് ഇരിക്കുന്ന ഐ സിയുടെ 3rd പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇരിക്കുന്ന ഐ സിയുടെ 3rd പിന്നിലേക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് കൊടുക്കാൻ പെൻഡിങ് ഉള്ളത് എന്താണ്? വി സി സി ഗ്രൗണ്ട് കണക്ഷൻ. ഗ്രൗണ്ട് നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ഐ സിയുടെ 7th പിന്നിലേക്ക് കൊടുത്താൽ മതി. ബിക്കോസ് 2 ഐ സിയുടെയും 7th പിന്ന് നമ്മൾ ഓൾറെഡി ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വി സി സി 2 ഐ സിയുടെ 14th പിൻ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഏതെങ്കിലും ഐ സിയുടെ 14th പിന്നിലേക്ക് വി സി സി കണക്ട് ചെയ്താൽ ഐ സിക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ കിട്ടിക്കോളും. ഇനി നമുക്ക് എന്താണ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ ഈ ഒരു നാൻഡ് ഐ സി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 0 കണ്ടീഷനിൽ എന്താണ് എക്സോറിൻ്റെ ഔട്ട്? 0 ആണ് വരുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? 0 0 വരുന്നുണ്ട്. 0 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ? ട്രൂത്ത് ടേബിൾ നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. 0 1 കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. 1 0യിലും എക്സോറിൻ്റെ ഔട്ട് എന്താണ്? 1 ആണ് വരുന്നത്. 1 1ൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടുക? 0 കിട്ടുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ബേസിക് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പ്രൂവ് ചെയ്യുന്നത്. സോ ഏത് ഗേറ്റ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നാൻഡ് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ആ ഒരു തന്നിരിക്കുന്ന എക്സ്പ്രഷനെ, ഏത് ഗേറ്റിൻ്റെ ആണെങ്കിലും ആ ഒരു എക്സ്പ്രഷനെ നാൻഡിൻ്റെ ഫോമിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.